ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും ഗീതുവും ആഗ്രഹിച്ചതുപോലെ പ്രിയയുടെ വളകാപ്പ് ചടങ്ങും മറ്റും ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അങ്ങനെ നടന്നു. ആ സമയത്ത് നമ്മുടെ രഞ്ജുവിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്തവർക്ക് എല്ലാവർക്കും രാധികയെ വെച്ച് തന്നെ പണി കൊടുക്കുകയും ചെയ്തു നമ്മുടെ ഗീതു. പക്ഷെ ഗീതുവിൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക തൻ്റെ പണി വീണ്ടും തുടങ്ങുന്നു. ഗീതാഞ്ജലി പറഞ്ഞിട്ടാണ് കാര്യമൊക്കെ ചെയ്തതെന്ന് ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാഞ്ചനയെ കൂട്ടുപിടിച്ച് രഞ്ജുവിൻ്റെ അസുഖമൊക്കെ രഞ്ജുവിനോട് പറഞ്ഞ് രഞ്ജുവിനെ മാനസികമായിട്ട് തളർത്തണം, അങ്ങനെ രഞ്ജുവിനെ എല്ലാവരും കൂടെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് രഞ്ജു അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഈ കാഞ്ചനയെ കച്ച കെട്ടി പറഞ്ഞു വിടുവാണ്. അതിനുശേഷം അമ്മയും കാഞ്ചനയും കൂടി എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ച വരുണിനോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഗീതാഞ്ജലിയും അതുപോലെ ഗോവിന്ദും കൂടി വീട്ടിലേക്ക് വരുന്നത്. അതും നമ്മുടെ അമ്മയുടെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വീട്ടിലേക്ക് അവിടെ നിൽക്കാൻ ഒത്തിരി നേരം നിന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയാത്തത് കൊണ്ട് ഡോക്ടറെയും അവിടെയുള്ളവരെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടെ വീട്ടിലേക്ക് വരുന്നു. അതും ഓപ്പറേഷനൊന്നും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഇവർ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് പോരുന്നത്. അങ്ങനെ ഇവർ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് രഞ്ജുവിന് വേറെ റൂം കൊടുത്തു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി വീണ്ടും ഇവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് പ്രിയ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ പ്രിയയുടെ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു മനസ്സിലാക്കി വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് രാധിക പണി തുടങ്ങി. രാധിക എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വേഗം തന്നെ ഗീതു രാധികയെ ആരും കാണാതെ കണ്ടു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞതല്ല, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ അടവ് നിങ്ങൾ മാറ്റിക്കെടുത്തല്ലേ എന്നിങ്ങനെ ചോദിക്കാം. എന്തായാലും നിങ്ങൾ കാരണം തന്നെ നിങ്ങളുടെ കുഴി തോട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കയ്യിലുള്ള ഫോണൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി കാണിക്കാം. അപ്പോഴത്തേക്ക് രാധികയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ പ്രിയ അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധിക വരുന്നത്. അപ്പോൾ രാധിക വന്നിട്ട് എന്താ മക്കളെ, എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രഞ്ജുവും പറഞ്ഞു, ഗോവിന്ദേട്ടാ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ പറയാം, ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറയണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധിക ചോദിച്ചു, അയ്യോ രഞ്ജു എന്തിനാ ഇവിടെ നിന്ന് പോണേ? രഞ്ജു ഈ വീട്ടിലേക്ക് കയറി വന്ന ഞങ്ങളുടെ അതിഥിയല്ലേ, അപ്പോൾ പിന്നെ അതിഥിയെ സ്വീകരിക്കേണ്ടതും അല്ലെങ്കിൽ അതിഥിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ നേരെ തല കീഴായി മറിഞ്ഞു. പ്രിയ ഇങ്ങനെ അന്താളിപ്പോട് കൂടി നോക്കുക. അപ്പോഴേക്കും നമ്മുടെ രാധികയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ ഗീതുവിന് ചിരിക്കാനാണ് തോന്നിയത്. കാരണം ഈ ഒരു നുണയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരത്തിനു മാറ്റി പറയാനായിട്ടേ ഈ പുണ്ണുമുളയ്ക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഗീതു ഇതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കും. പക്ഷേ ഗോവിന്ദന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ. ഗോവിന്ദൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗോവിന്ദൻ ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ പൊട്ടനെ പോലെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മോളെ പ്രിയെ, ഇതേ രഞ്ജു നമ്മുടെ അതിഥിയാണ്, രഞ്ജുവിനോട് വളരെ മാന്യമായ രീതിയിൽ വേണം പെരുമാറാൻ, രഞ്ജുവിനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പെരുമാറരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അമ്മ ഇത് എന്ത് കാണിക്കണേ എന്ന് പ്രിയയും വിചാരിക്കുന്നു. രഞ്ജുവിന് വേണ്ടി റൂം റെഡിയാക്കി ആ റൂമിലേക്ക് തന്നെ രഞ്ജു മാറിക്കോളാൻ പറഞ്ഞു. പ്രിയമോൾ അപ്പുറത്തെ മുറിയിൽ കിടന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഏത് റൂമിൽ നിന്നാണോ രഞ്ജുവിനെ ഒഴിപ്പിച്ചത് ആ റൂമിലേക്ക് തന്നെ നമ്മുടെ രഞ്ജുവിനെ ഇവർ വീണ്ടും കയറ്റുന്നു. ഇതൊക്കെ കണ്ടിട്ട് പ്രിയ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മോളൊന്നും പറയണ്ട, അമ്മ പറയുന്നത് മോളങ്ങ് കേട്ടാൽ മതി, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, മാത്രമല്ല മോളിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യുമല്ലോ, പിന്നെ ഇപ്പോൾ ഏത് മുറി കിടന്നാൽ എന്താ കുഴപ്പം, ഇവിടെയുള്ള എല്ലാ മുറിയും എൻ്റെ മോൾക്കുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാം. അപ്പം ശരിയെന്നായിക്കോട്ടെ, രഞ്ജുവിൻ്റെ റൂം പഴയ റൂം തന്നെ ആണെന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റി വെച്ച സാധനങ്ങളൊക്കെ രഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഈ മുറിയിലേക്ക് മാറ്റണമല്ലോ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ ഞങ്ങൾ മാറ്റിക്കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് രാധികയും അതുപോലെ തന്നെ വരുണും കൂടി ആ മുറിയിൽ നിന്ന് ഈ മുറിയിലേക്ക് കെട്ടും കിടക്കയും എല്ലാം കൊണ്ടൊന്ന് സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഗോവിന്ദനും ഗീതുവും കൂടെ കണ്ടോണ്ട് നിൽക്കും. അപ്പോൾ ഗോവിന്ദൻ ഇതൊക്കെ കണ്ടിട്ട് ആശ്ചര്യം, ഇതെന്താ ഗീതു, ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അത് ചോദിച്ചപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൻ്റെ നന്മയല്ലേ കണ്ണേട്ടാ, അവരതങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയുക കേട്ടോ. ഗീതു അത് പറയുമ്പോൾ അതൊന്നുമല്ല, എന്തോ ഒന്ന് നീ അവരുടെ മേലെ പ്രയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്രത്തോളം ഉത്സാഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ഒരു വഴിയില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ണേട്ടന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ അത് കണ്ണേട്ടൻ അറിയാൻ സമയമായിട്ടില്ല, അറിയുമ്പോൾ ഞാൻ പറയാമെന്നും പറഞ്ഞു, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത്, രഞ്ജുവിൻ്റെ വരവോടുകൂടി ആ വീട്ടിലെ
പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. മറ്റാരുടെയും കാര്യത്തിലല്ല, രാധികയുടെ കാര്യത്തിൽ. ഇത്രയും കാലം ചതിച്ചും വഞ്ചിച്ചും ഓരോരുത്തരുടെ ജീവിതം കവർന്നെടുത്തു. രാധിക സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് തകർന്നടിയാൻ പോകുന്നു. രാധിക എന്ന് പറയുന്ന രാധികയുടെ ഇപ്പോഴത്തെ പേര് രാധിക, പക്ഷേ രാധികയ്ക്ക് ആരും അറിയാത്ത മറ്റൊരു പേരുണ്ട് അങ്ങ് കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മാധവൻ മുതലാളിയുടെയും അതുപോലെ നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെയും ജീവിതം തകർക്കുന്ന സമയത്ത് രാധിക കിടന്ന് കളിച്ച് തിമിർത്താടിയ ആ ഒരു കാലം, ആ കാലത്ത് രാധിക ഒരു ഭദ്ര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നമ്മുടെ രാധിക ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഒരാളാണ് വിളിക്കുന്നത്. ഹലോ, ആരാണെന്ന് ചോദിച്ചപ്പം, നീ എൻ്റെ ശബ്ദം പോലും മറന്നു പോയോയെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതവും എൻ്റെ ജീവനും നഷ്ടപ്പെടുത്താൻ കാരണക്കാരിയായ നീയും നിന്നോടൊപ്പം തന്നെയുള്ള മറ്റൊരാളും ഉണ്ടല്ലോ, അവരോട് 2 പേരോടുമാണ് ഇനി എൻ്റെ പടയൊരുക്കം. ഞാൻ ഈ ജയിലിൽ നിന്ന് എൻ്റെ ജീവിതം ഇരുമ്പൊഴിക്കുള്ളിലാക്കിയ നീ ഇനി സെൻട്രൽ ജയിലിലേക്ക് പോരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാധിക ശരിക്കും പേടിച്ചു. ഇത്രയും കാലം രാധിക കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെയും അല്ലെങ്കിൽ രാധിക ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെയും ആ ഒരു ഇതായിട്ട് രാധികയുടെ ജീവിതത്തിലേക്ക് ആ സ്ത്രീ എത്തുന്നു. മിക്കവാറും ആ സ്ത്രീയുടെ മകളാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ രഞ്ജു. ആ ഒരു രീതിയിലാണ് കഥയുടെ പോക്ക്. ഈ സമയത്ത് രാധികയ്ക്കൊപ്പം അന്ന് ഈ കൊടിയ വഞ്ചനയ്ക്കൊക്കെ കൂട്ടുനിന്നത് മറ്റാരും ആയിരുന്നില്ല, ഭദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്രനെയും രാധികയെയും പൂട്ടുന്ന കാര്യമാണ് ആ പുള്ളിക്കാരി പറഞ്ഞത്. ഈ പുള്ളിക്കാരി ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക വേഗം തന്നെ ഭദ്രനെ വിളിച്ചിട്ട് ഇന്നയാൾ വിളിച്ച കാര്യത്തെപ്പറ്റി പറയണം. അവൾ ജയിലിൽ നിന്ന് ഇറങ്ങാറായി, തന്നെയും എന്നെയും ഒക്കെ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭദ്രനും ഞെട്ടി. ഇത്രയും കാലം മൂടി വെച്ചിരുന്നതെല്ലാം പുറത്തേക്ക് വരും. ഇതൊക്കെ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയെ വെട്ടിക്കണ്ടിച്ച് കഷ്ണമാക്കി കളയും. അതിൻ്റെതായ ടെൻഷനാണ് നമ്മുടെ രാധികയ്ക്ക്. ഈ സമയത്ത് നമ്മുടെ ഗീതുവും ഗോവിന്ദനും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. അവർക്കിടയിലെ ആ ഒരു അതിർവരമ്പുകളൊക്കെ കടന്ന് അവർക്കിടയിലെ മറ ഇതെല്ലാം മാറി 2 പേരും ഒന്നായി തീരുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ആകെ സംശയം, ഗീതു എന്താണ് തന്നിൽ നിന്ന് ഒളിക്കുന്നത്. അപ്പോൾ ഗീതു തന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഗോവിന്ദന് ഒരു സമാധാനവും കിട്ടുന്നില്ല. തൻ്റെ കണ്ണേട്ടനോട് അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ ഗീതു തീരുമാനിച്ചുറയ്ക്കുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവർക്ക് പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ മനസ്സിലാക്കി പെരുമാറാനും ഒക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ജീവിതം സന്തോഷപരമായി പൂവണിയുന്ന സമയത്ത് രാധികയുടെ ജീവിതം ഇവിടെ തച്ചുടയ്ക്കാനായിട്ട് ആളെത്തുന്നു. അപ്പോൾ ജയിലിൽ ആ പുള്ളിക്കാരിക്ക് കുറച്ച് കൂട്ടും കാര്യങ്ങളും അവിടുത്തെ ആ സാറുമാരൊക്കെ പുള്ളിക്കാരിയോട് ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് ആ സാറ് കൊടുത്ത ഫോണിൽ നിന്നാണ് രാധികയെ വിളിച്ചത്. പിന്നെ അവിടെ നിന്ന് തൊട്ട് രാധികയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. രാധികയുടെ നോട്ടം തുടങ്ങി. കാരണം രാധികയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാധികയുടെ ജീവനും ജീവിതവും ഇല്ലാതായി സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ഓർത്ത് രാധിക തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ രാധികയുടെ ഈ ഒരു നെട്ടോട്ടവും അല്ലെങ്കിൽ രാധികയുടെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗീതുവിനൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗീതു ആ രീതിയിലും രാധികയെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് രഞ്ജുവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതും അതുപോലെ തന്നെ രഞ്ജുവിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രിയെ പറഞ്ഞ് നമ്മുടെ ഗീതു ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജുവിനോട് ഇനിയെങ്കിലും ദേഷ്യത്തോടു കൂടി പെരുമാറരുത്, സ്നേഹിച്ചില്ലെങ്കിലും വെറുപ്പ് കാണിക്കരുത്, അവൾക്കത് താങ്ങാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഗോവിന്ദനും പ്രിയയിൽ വന്ന മാറ്റം കണ്ട് അമ്പരപ്പോട് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ഇതൊക്കെ നമ്മുടെ ഗീതുവിൻ്റെ പണിയാണ്, എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ പരസ്പരമുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മറന്ന് ഇവരെ തമ്മിൽ സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗീതുവാണെന്ന്. അപ്പോൾ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഗീതുവിനോടുള്ള ആ ഒരു കരുതൽ, ആ ഒരു ആരാധന, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഉണ്ടാവുക. അപ്പോൾ ഗീതുവിനോട് ശരിക്കും നമ്മുടെ ഗോവിന്ദനുള്ള ഒരു ആരാധനയാണ്. കാരണം തനിക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ആ അറയ്ക്കൽ തറവാട്ടിൽ ഒന്നുമല്ലാതെ ഒരു കരാറിൻ്റെ പേരിൽ മാത്രം കയറി വന്ന് നമ്മുടെ ഗീതു ചെയ്യുന്നു. പക്ഷേ ഇനിയും ആ ഒരു നല്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ആ ഒരു ഭാര്യയെ കൈവിട്ട് കളയാനായിട്ട് നമ്മുടെ ഗോവിന്ദൻ തയ്യാറാകില്ല. എന്തും വരട്ടെ, എന്തും സംഭവിച്ചോട്ടെ, ഗീതുവിനോട് തൻ്റെ ഉള്ളിലെ പ്രണയം പറയണമെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദൻ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട്
സൂപ്പർ ഹിറ്റ് കഥയായിട്ടാണ് നമ്മുടെ ഇനിയുള്ള ആ വിശേഷങ്ങൾ വരണത്. അപ്പോൾ എന്തായാലും രാധികയ്ക്ക് വീഴ്ചയായി മക്കളെ, രാധിക വീണ് തുടങ്ങിയിരിക്കുന്നു. ഇനി രാധികയുടെ അവസാന നിമിഷങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സൺഡേ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.